മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ അങ്ങനെ ഉണ്ണിയോട് പോയിട്ട് ചോദിക്കണ്, നീ അവളുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങളും അതുപോലെ സ്ഥലം എല്ലാം രജിസ്റ്റർ ചെയ്തൂലേ എന്ന് ചോദിക്കും. ആ അതെ ഞാൻ ചെയ്തു, ഞാൻ പുണ്യത്തിനൊന്നല്ല അവളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അവൾ അറിഞ്ഞോ ചോദിക്കും. ഇല്ല, ഇപ്പോഴും അവൾ അറിഞ്ഞിട്ടില്ല, നീയാണ് മനുഷ്യൻ എന്ന് പറയാൻ കേട്ടോ. ആ ഏട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാലുള്ള കാര്യമല്ലേ പറയുന്നത്, അപ്പോഴെനിക്ക് ജീവിക്കണ്ടേ എന്ന് പറയണം കേട്ടോ. എടാ നീ അതിനു മുമ്പ് തന്നെ ഈ തീരുമാനം എന്തിനാ നീ എടുത്തത് എന്ന് ചോദിക്കണം കേട്ടോ. കരുണയും കുഞ്ഞിനെയും നന്നായി സ്നേഹിക്കാൻ പഠിക്കുക, അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്ന് പറയണം കേട്ടോ. അതെ, അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ പണത്തിനും സമ്പാദത്തിനും വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ചു എന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ആയത്, അമ്മാവനും അമ്മയും കൂടിയിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയും. അപ്പോഴേ നിനക്ക് ഒരു ഏട്ടനുണ്ടായിരുന്നു, ഏട്ടൻ നിന്നെ ഈ മഞ്ജുവിനും ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു നിന്നെ, നീ എന്നെ അനുകരിച്ച് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം കേട്ടോ. നീയേ ഭാര്യയും കുഞ്ഞിനെയും നോക്കാൻ കഴിയില്ലെങ്കിൽ അവരെ കൊല്ലരുത് കേട്ടോ, അത്രയേ നിന്നോടൊരു അപേക്ഷയുള്ളൂ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ പോവുകയാണ്. കണ്ണൻ പോകുമ്പോൾ ഉണ്ണി ഇങ്ങനെ പറയും, ഓ ഇങ്ങനെ ഒരു പുണ്യാളൻ എന്നിങ്ങ് പറയണം കേട്ടോ. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. ഭയങ്കര വേദനയാണ് എന്ന് പറയണം കേട്ടോ. ആ തോമസ് സാറിൻ്റെ അടുത്തല്ലേ മാർക്കോ, അവനെ മർമ്മങ്ങളൊക്കെ അറിയും, അത് കാരണമാണ് അവനിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. എന്തൊരു കാര്യം മോനെ ഞാൻ പറയുന്നത്, ഇനി മോളിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര സങ്കടം എന്നിങ്ങനെ പറയാണ്. പിന്നെ നീ അറിഞ്ഞോ, മഹാലക്ഷ്മിയുടെ കുഞ്ഞില്ലേ, ആ കുഞ്ഞിൻ്റെ കഴുത്തിലാണ് മറുക്, കാരണം ആ വിഷം കഴിച്ചിട്ട് ആ വയറിനകത്തേക്ക് ആ വിഷം എത്തിയില്ല മോനെ, അത് കഴുത്തിലാണ് നിന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞിനും ഇനി ദൈവിക സാന്നിധ്യം ഉണ്ടാവുമോ അമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അറിഞ്ഞുകൂടാ മോനെ, പക്ഷേ അങ്ങനെയുണ്ട് പറഞ്ഞ് നമ്മൾ വല്ല വിഷവും കഴിച്ച് മരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയണ്. നമ്മൾ വിഷം കഴിച്ച് മരിക്കേണ്ടി വരില്ല, നിൻ്റെ മോള് വിഷം കഴിച്ച് മരിക്കുക എന്നാണ് നീ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവളും കുഞ്ഞും കണ്ണനും കൂടി അവിടെ വന്ന് ജീവിക്കുമ്പോൾ എൻ്റെ മോള് എങ്ങനെ സഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അവനെ എന്തെല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ മോൾക്ക് അവനെ കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്വത്തുക്കൾ കംപ്ലീറ്റും എഴുതി കൊടുത്തത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി വല്ല അമ്പലങ്ങളിൽ നോക്കി വെക്കണം, കാരണം അവിടെ 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാമല്ലോ. നിനക്കിനി എന്നിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. വല്ല ആശ്രമത്തിലോ അമ്പലത്തിലോ പോയി നമുക്ക് ജീവിക്കാം, അല്ലാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപം ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ അങ്ങനെയൊന്നും പറയാതെ, ആ വാമൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് എന്ന് പറയുമ്പോൾ നീ അവൻ്റെ കാര്യം മിണ്ടിപ്പോരുത്, അവനായിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയണം കേട്ടോ. ഇനി നിനക്ക് ഒരു കാര്യമുള്ളൂ, കാരണം മോഹിനിയോട് പറയുക, മോഹിനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനി കണ്ണനോട് പോയിട്ട് വല്ലതും പറഞ്ഞ കാലിൽ പിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം എന്തെങ്കിലും ശരിയാവും, അല്ലാതെ ഒരിക്കലും നിൻ്റെ കാര്യം ശരിയാവില്ല എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് വാമദേവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനയോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സീമന്തിരി വന്ന് പറയും, ഭക്ഷണം വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പോയി കഴിച്ചോ എന്ന് പറയും. സീമന്തിരി നീ എന്താ ഇങ്ങനെ ആ പ്രതാപനെ അവൻ്റെ അമ്മ ചൂടൊക്കെ പിഴിയുന്നുണ്ട് എന്ന് പറയണേ. ഞാൻ ചൂട് പിഴിയേ, ഞാനേ വെള്ളം മുക്കി ഒഴിക്കുക നിങ്ങളുടെ മേലെ, ആ മാർക്കോ ചെയ്ത പോലെ ഞാൻ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ചെയ്യരുത്, ഒന്നില്ലെങ്കിലും നിൻ്റെ ഭർത്താവല്ലേ, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ എല്ലാം ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രീമന്തിന് പോവുകയാണ്. കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലും കൂടി പോകാൻ പറ്റില്ല, കാരണം ടീച്ചറുടെ അച്ഛനൊരു കൊലയാളിയാണെന്ന് അറിഞ്ഞു, ആകെ മൊത്തം നിങ്ങൾ നശിപ്പിച്ചു, ഇനിയിപ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ട്, ലോൺ അടയ്ക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, ഇതിനൊന്നിനും പൈസയില്ല, ഞാൻ ഇനി വല്ല അടുക്കളപ്പണിക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ പറയണം കേട്ടോ. നിങ്ങൾ ഒറ്റൊരാൾ വരുത്തി വെച്ചതാണ് എന്നിങ്ങനെ പറയണം. അതിനുശേഷം വാമദേവൻ മേഘനാഥനെ പോയി കണ്ടിട്ട് സംസാരിക്കാൻ കേട്ടോ. നീയൊന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് തീരുമാനിക്കാമായിരുന്നു മോനെ, അവനിനി നമുക്ക് ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ തോമസ് വൈദ്യരുടെ അടുത്ത് ഞാൻ കയ്യോ കാലോ പിടിച്ചിട്ട് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, കാരണം എനിക്കും അവിടെ വരണം, എൻ്റെ ശരീരം അത്രയും ഇതായിട്ടുണ്ട്, നിന്നെ എന്തെന്നെ പറഞ്ഞാലും നിൻ്റെ അമ്മ നോക്കുന്നുണ്ട്, കാരണം നിൻ്റെ അമ്മയാണത്, പക്ഷേ ഞാൻ ആരുമല്ല, എന്നെ ആരും നോക്കാനില്ല, അമ്മമാർ മാത്രം തന്നെയാണ്, ഈ സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് മോനെ എന്നിങ്ങനെ പറയണം കേട്ടോ.
അതിനുശേഷം അവൻ എന്നെ ഒരുപാട് കളിപ്പിച്ച കാരണമാണ് ഞാൻ അവനെ മേലോട്ട് പറഞ്ഞയച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് ആ കമ്പനി ജോലി തരില്ലായിരുന്നു. പക്ഷേ അവൻ ആ ആത്മാവ് പോലും പോയിട്ടില്ല. അവൻ പോയി പെട്ട ആത്മാവോ അതിലേറെ വലിയ ആത്മാവ്. എന്തിനു പറയുക, കഷ്ടകാലം, നമ്മുടെ കഷ്ടകാലമാണ്. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷെ നീ എഴുന്നേറ്റേ ഒക്കുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ കിടന്നുറങ്ങുമ്പോൾ ദുർഗ വന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കണ്ണൻ സ്കൂൾ വിട്ട് വരുന്നതും കാലിൽ മുറിയായതും എല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം കണ്ണൻ്റെ കാലിലേക്ക് ഇങ്ങനെ വീഴുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ണനെ എഴുന്നേൽക്കുകയാണ്. എന്താ അമ്മേ, എന്താ പറ്റിയത് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു മോനെ എന്നിങ്ങനെ പറയുന്നു. അമ്മ ഇനി അതുപോലെ ആവാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല അമ്മേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ദുർഗ ഒരു സമ്മാനപ്പൊതി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. മോനെ, എന്നാ ഇത് ഞാൻ കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണ്, നീ എനിക്ക് ഇടയ്ക്കൊക്കെ പൈസ തരുമല്ലോ, ആ പൈസയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്വർണ്ണക്കടയിൽ നിന്ന് തന്നെ വാങ്ങിയത് എന്ന് പറയും. അതിനെന്തിനാ അമ്മ അവിടെ പോയി വാങ്ങിയത്, ഞാൻ പൈസ കൊടുക്കുമായിരുന്നല്ലോ പറയണ്ടോ. അതൊന്നും വേണ്ട മോനെ എന്ന് പറയും. അമ്മ എന്നാലും വരും നൂലുകെട്ടിന്, അവിടെ പോയിട്ട് കൊടുക്കാമല്ലോ എന്ന് പറയും. വേണ്ട മോനെ, നിങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു പരിപാടി നടത്തുകയല്ലേ, അപ്പം ഞാനൊരു കരടായി വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ വരാം, പിന്നെ വരാം, ഇനിയൊരു പരിപാടി എന്നെ അവരെല്ലാം മനസ്സിലാക്കി വേറൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ വരാം. എൻ്റെ മോനെ ഇത് വാങ്ങിക്കൊണ്ടേ കൊടുക്കണം. ആ കുഞ്ഞുമോൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുമായിരിക്കും, എങ്കിലും ഇത് ഞാൻ തന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറയണം. കണ്ണൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അത് വാങ്ങണം കേട്ടോ. അതിനുശേഷം ദുർഗ ആകെ കരഞ്ഞിട്ട് പോവുകയാണ്. മോനെ, ഞാൻ ചായ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. വിഷമത്തോടു കൂടി നിൽക്കുകയാണ് കണ്ണനും അതേപോലെ ദുർഗയും കൂടി. അങ്ങനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.